പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ 15 ദിവസം കൂടി വൈകും. മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള പൈപ്പിടൽ പ്രവൃത്തികൾ പൂർത്തിയാകാത്തതാണ് ബസ് സ്റ്റാൻഡ് നവീകരണം പൂർത്തിയാകാൻ വൈകിയത്. ജനുവരി അവസാനത്തോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ഡിസംബർ 11 മുതൽ ജനുവരി 10 വരെ ബസ് സ്റ്റാൻഡ് നിർമ്മാണ പ്രവൃത്തികൾക്കായി അടച്ചിടുമെന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ ബസ് സ്റ്റാൻഡിലെ പ്രതലത്തിൽ കോൺക്രീറ്റ് പ്രവൃത്തികൾ ആരംഭിക്കാനായിട്ടില്ല. ബസ് സ്റ്റാൻഡിന് ഒരു വശത്തായുള്ള മലിനജല സംസ്കരണ പ്ലാന്റിലേക്കുള്ള പൈപ്പിടൽ പ്രവൃത്തികൾ പൂർത്തിയായാൽ മാത്രമേ കോൺക്രീറ്റ് പ്രവൃത്തികൾ ആരംഭിക്കാനാവൂ എന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ അറിയിച്ചു. മുണ്ടൂർ IRTCയാണ് നഗരസഭയുടെ മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തിരിക്കുന്നത്. അടുത്ത ദിവസം പൈപ്പിടൽ പ്രവൃത്തികൾ ആരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ബസ്സുകൾ ടൗണിൽ റോഡരികിലാണ് നിർത്തിയിടുന്നത്. യാത്രക്കാരെ കയറ്റിയിറക്കുന്നതുൾപ്പെടെ പാതയോരത്താവുന്നത് ഗതാഗത തടസ്സത്തിന് ഇടയാക്കുകയാണ്. പലപ്പോഴും പോലീസ് ഇടപെട്ടാണ് ഗതാഗത തടസ്സം മാറ്റുന്നത്. ബസ് സ്റ്റാൻഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ ഇത്തരം പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ജനുവരി അവസാനത്തോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നഗരസഭയുടെ ലക്ഷ്യം. PCV ന്യൂസ്, ഷൊർണൂർ.